ഒരു പക്ഷേ ഇതായാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്പർ. പക്ഷേ ഇതിൽ കുറച്ച് നമ്പേഴ്സിന് ഇത് ഓപ്പോസിറ്റ് എനർജിയാണ്. കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 3 എന്ന എനർജി അങ്ങനെ അധികമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ 1-2 നമ്പേഴ്സിനാണ് കുറച്ചെങ്കിലും അത് ഡാർക്ക് ഷെയ്ഡിൽ നിൽക്കുന്നത്. ലോഷോ ഗ്രിഡ് പ്രകാരമുള്ള രാജയോഗങ്ങളെ ഫില്ല് ചെയ്യാൻ പ്രധാനമായിട്ടും അതിൽ 3 രാജയോഗങ്ങളിൽ 3 ഫില്ല് ചെയ്യാൻ 5 എന്ന നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അസുഖത്തിനെ പരിഹരിക്കുന്ന ഒരു ഹീലിംഗ് പ്രോസസ്സ് നടന്ന ഒരു വർഷമാണ് 2021. അത് 2+2+1 5 എന്നുള്ള എനർജി. ശരി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടെൻഷൻ അടിപ്പിക്കുന്ന ആളുകളെ കുറിച്ചും നമ്പറുകളെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ അതിൽ ഈ നല്ല രീതിയിലുള്ള ആളുകളുടെ നമ്പർ ഏതായിരിക്കും? ഓക്കെ, അതായത് പിന്നെ പൊതുവെ ന്യൂമറോളജിയിൽ ആൾക്കാർക്ക് ഇഷ്ടമാകുന്ന അല്ലേ കുറച്ച് മറ്റുള്ളവരെ ആകർഷിക്കാനും ഒക്കെ പറ്റിയ അതെ, പൊതുവെ ന്യൂമറോളജിയിലത്തെ നല്ല നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ നമ്പേഴ്സ് മറ്റ് എല്ലാ നമ്പേഴ്സുമായിട്ട് കൂടി പോകാൻ വേണ്ടി പറ്റണം. മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു എനർജി നൽകിക്കൊണ്ട് ഒരു എന്താ പറയുക പിന്നെ അവരെ ഒന്ന് സക്സസ്സിലേക്ക് അല്ലെങ്കിൽ അവരെ ഒന്ന് ഹാപ്പി ആക്കിയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന എനർജി എന്ന് പറയുന്നത്. അതിൽ ആദ്യം 3 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ആദ്യം 3ാമത്തെ നമ്പറിനെ കുറിച്ചിട്ട് പറയാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3ാമത്തെ നമ്പറായിട്ട് പറയേണ്ടത് 1 ആണ്. സൂര്യൻ്റെ എനർജിയിലുള്ള 1 എന്നുള്ളത് അത് എന്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സൂര്യൻ്റെ എനർജിയാണെന്ന് പറഞ്ഞല്ലോ. ഏത് കൂട്ടത്തിലുണ്ടെങ്കിലും ഇപ്പം ഈ ഭൂമിയിൽ കാണുന്ന സർവ്വ ചരാചരങ്ങളുടെയും എനർജി അല്ലേ, നമ്മൾ സ്കൂളിൽ പഠിച്ചില്ലേ, സൂര്യൻ്റെ എനർജിയാണ്. അപ്പോൾ ആ എനർജി ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ലീഡറാണ്. രാജകൊട്ടാരവുമായിട്ട് പറയുമ്പോൾ രാജ. അപ്പോൾ അവർ കൂട്ടത്തിലേക്ക് എനർജി അങ്ങനെ നൽകിക്കളയും. ആര് കുറച്ച് ഡള്ളാണെങ്കിലും അവരോട് പറയും ഓക്കെ, അവരെ തിരിച്ചു കൊണ്ടുവരാനും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കും. എന്നിട്ട് അവരെ ഉപയോഗിക്കാനും ഇവർക്കുള്ള ഒരു കഴിവുണ്ട്. അതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ചില ആൾക്കാർ സംസാരിക്കുമ്പോഴേ അങ്ങോട്ട് എന്താ പറയുക, അതൊരു അധികം സംസാരിക്കണമെന്നില്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് അവരങ്ങോട്ട് ആകർഷിക്കപ്പെടും. ചിലവർ ഒരു 10 തവണ പറയേണ്ടി വരും. ഒരു സ്റ്റാഫിനോട് പറയാം ഒരു സാധനം എടുത്തുകൊണ്ടുവരാൻ, ഒരു ഫയൽ എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പറയുന്നത്. ചിലപ്പോൾ 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല. പക്ഷേ ഈ എനർജി ഉള്ളവരുടെ ആറ്റിറ്റ്യൂഡും ഒന്ന് വെറുതെ കൈകൊണ്ടാക്കിയാൽ മതി, അപ്പോൾ സാധനം എത്തും. കാരണം ഇവരുടെ പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡ് അത്രയും ഈ ലീഡറുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കും. അപ്പോൾ അവർക്ക് എന്ത് പറയണം, എന്താണ് ആ കൃത്യമായിട്ടുള്ള പോയിന്റിൽ ആൾക്കാർക്ക് കൊടുക്കേണ്ട നിർദ്ദേശം എന്നത് കൃത്യമായിട്ട് അറിയാം. എങ്ങനെ നോക്കണം, ഒരാളുടെ മുഖത്തേക്ക് നോക്കുന്നത് അവരുടെ ആ ഒരു നോട്ടത്തിൽ തന്നെ, അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതാണ് കാരണം അവരുടെ ആക്ഷനും കാര്യങ്ങളും എല്ലാം ലീഡറുടേതായിരിക്കും. അവർ വരുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ ഒരു നിശബ്ദത വരും ഏതൊരു കൂട്ടത്തിലും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം നിങ്ങളിനി 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനൊന്നും വെച്ചിട്ട് നോക്കരുത്. കാരണം അവരുടെ കരിയറിലേക്ക് വരുന്ന ആ ഒരു സമയത്താണ് യഥാർത്ഥ ക്യാരക്ടർ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു ഫാമിലിയിലാണെങ്കിൽ പോലും അവരുടെ ആ ഒരു പ്രഭാവം അവിടെ കാണും. അത് അവർക്ക് കൂടെയുള്ളവർക്ക് അവരുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമായേ എന്ന് തോന്നുകയും ചെയ്യും, ഭരിക്കുകയും ചെയ്യും, അതേസമയം എനർജി നൽകുകയും ചെയ്യും. അവിടെ ഉള്ളവർക്ക് അവർ വേണം നിർബന്ധമായിട്ടുള്ളൊരു ഇതാവും. അതും ഒരു മോശമായിട്ടുള്ളൊക്കെ പേരാണെങ്കിൽ അത് മാറും. പക്ഷേ ഇതിൻ്റെ ഒരു പൊതു ഗുണമായിട്ടാണ് പറയേണ്ടത്. അപ്പോൾ 3ാം സ്ഥാനത്ത് ഞാൻ കൊടുക്കുക എന്നും 1നെ തന്നെയാണ്. അപ്പോൾ 2ാം സ്ഥാനത്തുള്ള നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 ആണ്, ശുക്രൻ്റെ എനർജി. ഒരു പക്ഷേ ഇതായാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്പർ. പക്ഷേ ഇതിൽ കുറച്ച് നമ്പേഴ്സിന് ഇത് ഓപ്പോസിറ്റ് എനർജിയാണ്. കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 3 എന്ന എനർജി അങ്ങനെ അധികമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്ങനെ 1-2 നമ്പേഴ്സിനാണ് കുറച്ചെങ്കിലും അത് ഡാർക്ക് ഷെയ്ഡിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാ നമ്പറിനും ഇതുപോലെ എന്താ പറയുക, അവരെല്ലാ തരത്തിലും ഉയർച്ചയിലേക്ക്, അതായത് ഈ സംഭവ ലോകത്തെന്ന് പറയുന്നില്ലേ, നമ്മുടെ ഈ ഭൂമിയിൽ ആത്മീയമായിട്ട് പറയുന്നില്ല, ഈ ഭൂമിയിൽ എല്ലാം എന്താ പറയുക, സമ്പത്ത്, സൗന്ദര്യം, ഇണയെ ആകർഷിക്കാനുള്ള കഴിവ്, പിന്നെ ഇവർ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനുള്ളത്, ലീഡർഷിപ്പ്, ഇതെല്ലാം തികഞ്ഞ ഒരു നമ്പറാണ് 6. അവർക്ക് അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതുപോലെ ഫ്ലെക്സിബിളും അട്രാക്ഷനും എല്ലാം ഉണ്ടെങ്കിലും ലീഡർ കൂടിയാണ്. അതാണ് ഒരു പ്രത്യേകത. ഇതെല്ലാ സ്വഭാവം ഉണ്ടെങ്കിൽ ചിലപ്പം ലീഡറിനെ ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്രയും
ക്വാളിറ്റീസും എല്ലാം ഉണ്ടെങ്കിലും ലീഡർ എന്ന എനർജി കൂടി ഇവർക്ക് ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ഇവരെ ഒരു മികച്ച നമ്പറായിട്ട് എടുക്കുന്നത്. ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവരുടെ ഭാഗത്തുള്ള ആൾക്കാരെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് തിരിവൊക്കെ ഉണ്ട്. എൻ്റെ സൈഡ്, അവരുടെ സൈഡ്, ഇവരുടെ സൈഡിലുള്ളവരെ ഇവർ പൂർണ്ണമായി സംരക്ഷിക്കും. അതിനു വേണ്ടിയിട്ട് കാരണം എല്ലാം ചെയ്യും. കാരണം ശുക്രാചാര്യൻ്റെ എനർജിയാണ്. അതായത് ഞാനും അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരും ഞാനും എൻ്റെ ടീമും ഫുള്ളായിട്ട് വേണം മറ്റുള്ളവർക്ക് നൽകും. അതും നൽകുകയും ചെയ്യും. പക്ഷേ ദയ എല്ലാം ഉള്ള എനർജി തന്നെയാണ്. പക്ഷേ ഈ അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യൻ്റെ എനർജിയാണ്. അപ്പോൾ സ്വയം നിറഞ്ഞിരിക്കണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു എനർജി കൂടിയാണ്. അപ്പോൾ ഈ ഒരു 6 എന്ന എനർജിയും എപ്പോഴും എന്താ പറയുക, ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നമ്പർ കൂടിയായിരിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മളൊരു കൂട്ടത്തിൽ അവരുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇഷ്ടപ്പെടും. അവർക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ടാവുന്ന ഒരു എനർജീസാണ്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാർ കൂടുതൽ അവരെടുക്കുക കമ്പനിയായിട്ട് നിൽക്കും. പുരുഷനാണെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടാവും, എങ്കിൽ സ്ത്രീകളാണെങ്കിൽ പുരുഷ സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുവരെ അട്രാക്റ്റീവായിട്ടുള്ള എനർജിയാണ്, ലീഡറാണ്, കൂട്ടത്തിൽ തിളങ്ങി നിൽക്കുന്നവരാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ 6 മികച്ച ഒരു സംഖ്യയാണ് എന്ന് മാത്രമല്ല ഒട്ടുമിക്ക നമ്പറുമായിട്ടും കണക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എനർജിയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ 2ാം സ്ഥാനത്തേക്ക് പോയത്. എങ്കിൽ 1ാം സ്ഥാനത്തുള്ളത് 5 ആണ്. 5 എന്ന നമ്പർ, 5 എന്ന നമ്പറിൻ്റെ പ്രത്യേകത 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ നടുക്കുള്ള സംഖ്യയാണ് 5. അത് എല്ലാറ്റിനോടും ഒരുപോലെ നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു സംഖ്യയാണ് 5. അതുകൊണ്ടാണ് 1ാം സ്ഥാനത്ത് വന്നത്. പക്ഷേ അത് 1ാം സ്ഥാനത്ത് വന്നെങ്കിലും അതിന് ലീഡർഷിപ്പിൽ നിന്നുള്ള എനർജി കുറച്ച് കുറവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്നാൽ 5-ാം തീയതി ജനിച്ചവർ, 14-ാം തീയതി ജനിച്ചവർ, 23-ാം തീയതി ജനിച്ചവർ, ഇതൊക്കെ 5 എന്നുള്ള എനർജിയിലാണ്. അപ്പോൾ ഈ 5 എന്ന എനർജി തീർച്ചയായിട്ടും ഇത് എല്ലാറ്റിനോടും ഒരുപോലെ നിൽക്കാൻ വേണ്ടി പറ്റുന്നതും അതേസമയം ലീഡർഷിപ്പ് എനർജിയിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരു എനർജിയാണ്. ഒപ്പം ലോഷോ ഗ്രിഡിൻ്റെ എനർജി 1 മുതൽ 9 വരെയുള്ള എനർജിയിൽ സെൻറ്റർ കോളം ഫില്ല് ചെയ്യുന്നത് 5 ആണ്. ഈ 5 ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ രാജയോഗങ്ങൾ, ലോഷോ ഗ്രിഡ് പ്രകാരമുള്ള രാജയോഗങ്ങളെ ഫില്ല് ചെയ്യാൻ പ്രധാനമായിട്ടും അതിൽ 3 രാജയോഗങ്ങളിൽ 3ഉം ഫില്ല് ചെയ്യാൻ 5 എന്ന നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 5 എന്നത് ഒരാളുടെ പേഴ്സണാലിറ്റിയിലോ അവരുടെ ജനിച്ച മാസത്തിലോ വർഷത്തിലേത് ഏതെങ്കിലും ഡിജിറ്റോ 1995 ആണെങ്കിൽ 5 വന്നല്ലോ. മാസം നോക്കുകയാണെങ്കിൽ 5-ാം മാസം, അല്ലെങ്കിൽ ദിവസം നോക്കിക്കഴിഞ്ഞാൽ 5-ാം തീയതി, ഈ പറഞ്ഞ പോലെ 14, 23, ഇതൊക്കെ പേഴ്സണാലിറ്റി നമ്പർ 5. അപ്പോൾ ഇങ്ങനെ 5 കിട്ടിക്കഴിഞ്ഞാൽ പോലും ഇതിനൊക്കെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും മികച്ച ഒരു നമ്പറാണ് ന്യൂമറോളജി പ്രകാരം 5 എന്നുള്ളത്. അപ്പോൾ ഈ 5 5ൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ശനീശ്വരനായിട്ടും ഏറ്റവും നന്നായിട്ട് നിൽക്കും. ശനിയുടെ എനർജി ഉള്ളത് ഒരു കുട്ടീനെ കാണുന്ന പോലെയാണ് 5നെ കാണുക. അതിനെപ്പോഴും സ്നേഹത്തോടെ ഇടും. അല്ലെങ്കിൽ ശനീശ്വരൻ്റെ എനർജി എപ്പോഴും എല്ലാറ്റിനോടും യോജിക്കുന്നതല്ല. അപ്പോൾ ഈ 8 വരെ ക്ലിയറായിട്ട് യോജിക്കും. അതുപോലെ 9 അതേസമയം അതിൽ 2 എന്ന എനർജീനോട് മാത്രമാണ് കുറച്ച്, അതും യോജിക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ എങ്കിലും കുറച്ചൊരു, കാരണം ചന്ദ്രൻ്റെ എനർജി ബുധൻ്റെ എനർജിയുമായിട്ട് അത്ര ആവില്ല. അത് ജ്യോതിഷത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ചന്ദ്രനും ബുധനും അത്ര ഇതായിട്ട് പറയുന്നില്ല. പക്ഷേ ന്യൂമറോളജിയിലും അതിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇതാണ്. കാരണം അവർ ഇമോഷൻ 2 എന്നത് ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞു, ഭയങ്കരമായിട്ട് ഇമോഷണലും അങ്ങനെയുള്ള എനർജിയാണ്. ഇത് പറഞ്ഞാൽ 5ൻ്റെതും ഇതുപോലെ ബുദ്ധിയാണ്, പക്ഷേ സംഭവ ലോകത്തുള്ള ബുദ്ധിയാണ്. അപ്പോൾ അവർ ഭാവനാത്മകമായിട്ട് കാണുമ്പോൾ ഇത് റിയാലിറ്റി ബേസ് ചിന്തിക്കുന്ന ഇപ്പോഴുള്ള ബുദ്ധിയാണ്, വേഗതയുള്ള ബുദ്ധിയാണ്, കൃത്യമായിട്ടുള്ള ബുദ്ധിയാണ്. ഇതൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഈ 5 എന്നുള്ള ഇതിനുണ്ട്. പിന്നെ അതുപോലെ ഈ എനർജി അസുഖങ്ങളില്ല ഇല്ലാതാക്കുന്ന ഒരു എനർജി കൂടിയാണ് 5 എന്നുള്ളത്. 5 കൂടി ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ന്യൂമറോളജി പ്രകാരം നമ്മൾ പല കാര്യങ്ങളും അതിസൂക്ഷ്മമായി വീക്ഷിക്കും. ഇപ്പോൾ 2020 നമുക്ക് കൊറോണ വന്നു. കൊറോണ കാരണം ഒരു രാജ്യം തേച്ചും ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 4ൻ്റെ എനർജി, രാഹുവിൻ്റെ ശക്തമായിട്ടുള്ള എനർജിയിലാണ് അത് സംഭവിക്കുന്നത്. അതേസമയം 2021 വന്നു. 21 എന്ന് പറയുമ്പോൾ 5ൻ്റെ എനർജി. 5ൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖത്തിനെ പരിഹരിക്കുന്ന ഒരു ഹീലിംഗ് പ്രോസസ്സ് നടന്ന ഒരു വർഷമാണ് 2021. അത് 2+2+1 5 എന്നുള്ള എനർജിയിൽ. അതാണ് 5 എന്നുള്ള എനർജി എപ്പോഴും
ഏത് കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും അത് മികച്ചതായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ലീഡർ എന്ന എനർജിയിൽ മാത്രമാണ് കുറച്ച് ബാക്കിലോട്ട് നിൽക്കുക. അപ്പോൾ അത് പേര് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒരു പവർഫുള്ളായിട്ടുള്ള ലീഡറാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ നമ്പേഴ്സാണ് ന്യൂമറോളജി പ്രകാരം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 3 നമ്പർ എന്ന് പറയാൻ. അതായത് ഒന്ന് നേരെ തിരിച്ച് ശരിക്കും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 5, 6, 1 ഈ 3 നമ്പറും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമ്പേഴ്സാണ്. താങ്ക് യു സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.